ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ചക്കയപ്പവുമായിട്ടാണ്. അതിനുവേണ്ടി ഞാൻ അരി നന്നായിട്ട് കുതിർത്ത് ഊറ്റി വെച്ചതാണ്. പച്ചരി, ചമ്പാപ്പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിനായിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ശർക്കര വേണം. ശർക്കര ഉരുക്കി എടുത്തിട്ട് വരാം. അതിനായി ഞാനിവിടെ ഒരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. അത് 1/4 കിലോ വരും. അതിന് ഞാൻ ഉരുക്കിയെടുത്തിട്ട് വരാം. അതിൽ കുറച്ച് വെള്ളവും വീത്തി ഉരുക്കിയെടുക്കാം. കുറച്ച് വെള്ളം വീത്തിയാൽ മതി. ഗ്യാസിലേക്ക് വെച്ചു. ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുവി വരുന്നുണ്ട്. ഇവിടെ ശർക്കരപ്പാനി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അരി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഇല്ലാതെ ഊറ്റിയിടാം. ഇപ്പോൾ അരി 2-3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയും കുറച്ച് ചക്കയും കൂടെ ഇട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. കുറച്ച് ചക്കയും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാം. പഴുത്ത ചക്കയാണ്, നല്ല പഴുത്ത ചക്കയാണ്. ഇനി ഇതിലേക്ക് 2 ഏലക്കായും കൂടെ ഇടണം. ഒരു 4-5 അല്ലി ഇട്ട് കൊടുക്കാം. അവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല അരയണ്ട, ചെറിയ ഒരു ശകലം അരവ് കുറച്ച് തന്നെ അരയ്ക്കണം. എങ്കിലാണ് ചക്കയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യവും കൂടെ നമുക്കൊന്നുകൂടെ അരച്ചെടുത്തിട്ട് വരാം. ബാക്കി കൂടെ ഞാനിതിലിട്ടിട്ടുണ്ട്. ബാക്കി പാവ് കൂടെ അതിലൊഴിക്കാം. നമ്മൾ ഈ ശർക്കരപ്പാവ് ഒഴിക്കുന്നത് കല്ലും ഇതുമെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടും പാവാകുമ്പോഴത്തേക്ക് ഇത്തിരി കൂടെ രുചി കൂടും. ശർക്കരയായിട്ട് ഒഴിക്കുമ്പോൾ നമുക്ക് വെള്ളം കൂടിപ്പോവും. അങ്ങനെയൊക്കെ ഉള്ള ഇത് നമുക്ക് ഒഴിവാക്കാം. മറ്റേ ഉരുവി വരുമ്പോൾ പിന്നെ അത് വെള്ളം ആവില്ലല്ലോ അധികം. അതിലേക്ക് 2-3 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം. ഇതിനായി ഇനി വേണ്ടത് തേങ്ങയാണ്. അത് നമ്മൾ അത്രയും തേങ്ങ ഇട്ട് അരച്ചാൽ കുറച്ച് തേങ്ങ മതി. കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്കിട്ട് ഒന്ന് അരയ്ക്കാം. ബാക്കി നമുക്ക് അതിലിട്ട് ഞവിടിയെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീത്തി കൊടുക്കാം. നമ്മൾ അത്രയും തേങ്ങ ഇടുന്നില്ല. തേങ്ങ ഇടാത്തത് അത്രയും അതിലിട്ടാൽ നല്ല അങ്ങ് അരഞ്ഞു പോകും. അതിനൊരു കടിച്ച് തിന്നണ്ടേ നമുക്ക്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കുറച്ചിടുന്നത്. ബാക്കിയിരിക്കുന്ന തേങ്ങയും കൂടെ അതിലേക്ക് തട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് ചക്കയപ്പം കഴിക്കുമ്പോൾ തന്നെ അതിനൊരു ടേസ്റ്റ് തോന്നുള്ളൂ. തേങ്ങയെല്ലാം ഇത്തിരി കടിച്ച് കഴിക്കുന്നതാണ് ഒരു രുചി, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ നമ്മൾ അതിലിട്ട് അരച്ചിട്ട് ബാക്കി ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ശർക്കര പാവായിട്ട് ഒഴിച്ചത് വെള്ളമായിട്ട് ശർക്കര അരിഞ്ഞിടുന്ന ശർക്കരയുണ്ട്. അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് വെള്ളമായി പോവും. കുറച്ച് നേരം മാവിരുന്ന് കഴിഞ്ഞാൽ അത് വെള്ളമായി പോവും. അതുകൊണ്ടാണ് അതിനി മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വട്ടയിലയാണ്, പൊടിയണ്ണി ഇലയെന്നും പറയും. നമ്മളെ അവിടെയൊക്കെ പൊരിയണ്ണി ഇല എന്നാണ് പറയുന്നത്. എല്ലായിടത്തും കാണുമായിരിക്കും.
ഇല്ലാത്തടത്ത് വാഴയില എടുത്താലും മതി. ഇതിലേക്ക് കഴുകി വച്ചിരുന്ന ഇലയാണ്. ഇനി അതിലേക്ക് അതിൽ കുറേശ്ശെ മാവ് വെച്ച് കൊടുക്കുക. ഒത്തിരി മാവായ വേവില്ല, കുറേശ്ശെ വയ്ക്കുന്നതാണ് രുചി. വെച്ചിട്ട് 2 സൈഡും ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുക്കുക. ഇത്രയേ ഉള്ളൂ. മടക്കി വയ്ക്കുക. ഇത് വയ്ക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പരന്ന് പെട്ടെന്ന് വേവാൻ കണക്കിന് ആവും. വേണ്ടോ? ഇത്രയും ഇങ്ങനെ ഇരിക്കും. നമുക്കെല്ലാം മടക്കിയിട്ട് വരാം. അതിനായി ഇവിടെ ഇതാ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. അതിനായി ഒരു തട്ട് അകത്തിറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എല്ലാം മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കാം. മറക്കാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്കയെല്ലാം എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ ഒരുപാട് നല്ല ടേസ്റ്റിയുള്ള ഒരു പലഹാരമാണ്. 2 ദിവസം വച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഇവിടെ ആവിയെല്ലാം കയറി തുടങ്ങിയിട്ടുണ്ട്, വെന്തിട്ടില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് കൂടെ വെച്ചേക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. ടാറ്റാ, ബൈ ബൈ. അടുത്ത റെസിപ്പിയുമായി ഉടനെ തന്നെ ഞാൻ എത്തുന്നതാണ്.